ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്, അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 3/4 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയോ സാധാ മുളക് പൊടിയോ മിക്സ് ചെയ്തതാണ്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിന്നെ എക്സ്ട്രാ കളറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ്. കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കുരു ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും, അതുകൊണ്ട് ജ്യൂസ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എത്രത്തോളം നേരം വെക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് ഫ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിലും കുറച്ച് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് മധുരിക്കൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളൂ. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും 1 കുടം വെളുത്തുള്ളി തൊലിച്ചത്, 2 പീസ് ഇഞ്ചി, 3 പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കുക. നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ്, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ പുതിനയില, 2 തണ്ട് കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ വീതം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും മതി.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇറച്ചിയൊന്നും ഉടഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാനിപ്പോൾ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസാണ്. ഏത് ബിരിയാണി റൈസ് വേണമെങ്കിലും എടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 15 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. ഞാനൊരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 2 പീസ് പട്ട, 6 ഗ്രാമ്പും 3 ഏലക്കായ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു പൊടിക്ക് കൂടുതൽ വേണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് 1 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിന് 1/4 ഭാഗം വെന്തിട്ടുണ്ടാവും. 1 വിസിലായതിന് ശേഷം പ്രഷറൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. പകുതി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പകുതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കുക. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന മസാല വിതറി കൊടുക്കാം. ശേഷം ബാക്കി പകുതി റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നിരത്തിയ ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല കൂടി വിതറി കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുക്കുക. ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെയിറ്റുള്ള കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് സൂപ്പറായിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ബാക്കി ഭാഗം കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വിളമ്പുന്ന സമയത്ത് മാത്രം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്